മോദി പ്രധാനമന്ത്രിയായി റെക്കോർഡിട്ടിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2025. മോദി ഭരണം തുടർച്ചയായി 11ാം വർഷത്തിലേക്ക് എത്തിയ വേളയിലാണ് ഈ റെക്കോർഡിടൽ. എന്നാൽ മോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ച RSS തന്നെ ഇപ്പോൾ മോദിയുടെ ചീട്ട് കീറുകയാണ്. അപ്രതീക്ഷിതമായ ഒരു അടിയാണ് മോഹൻ ഭഗവത് ഇപ്പോൾ മോദിക്ക് നൽകുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വന്തം വരുതിയിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അട്ടിമറി കണക്കുകൾ രാഹുൽ ഗാന്ധി ഓരോന്നായി വലിച്ചു പുറത്തിടുമ്പോൾ ഡൽഹിയുടെ നഗരവീഥികൾ നിറയുകയും പാർലമെന്റിലേക്ക് കാല് കുത്താനാകാതെ മോദി വീർക്കുകയുമാണ്. എന്നാൽ രാഹുലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മോഹൻ ഭഗവത് എന്ന RSS നേതാവ് മോദിക്കെതിരെ തിരിയുകയാണ്. മോദി ഭരണത്തിൽ സാധാരണക്കാർ കഷ്ടത്തിലായി എന്ന് തന്നെയാണ് മോഹൻ ഭാഗവത് പറയുന്നത്. ഇന്ത്യയിൽ ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും സാധാരണക്കാരന് അപ്രാപ്യമായി മാറുകയാണ് എന്ന് RSS തലവൻ മോഹൻ ഭാഗവത് പറഞ്ഞു. ഇന്ത്യയിലെ നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത അവസ്ഥയാണെന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. ആദ്യകാലങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളും സാമൂഹിക സേവന മേഖലകളായിരുന്നു. എന്നാൽ ഇന്ന് ഈ മേഖലകളിലുണ്ടായ അമിതമായ വാണിജ്യവൽക്കരണം മൂലം നല്ല വിദ്യാഭ്യാസ ഗുണവും ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണവും സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാക്കി മാറ്റി. ഇൻഡോറിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും. എന്നാൽ ഇവ രണ്ടും ചെലവേറിയതായി മാറി. ഇൻഡോറിൽ ശ്രീ ഗുരുജി സേവ ന്യാസ് പബ്ലിക് ട്രസ്റ്റിന്റെ കീഴിൽ ആരംഭിച്ച മാധവ് സൃഷ്ടി ആരോഗ്യ കേന്ദ്രത്തിന്റെയും ക്യാൻസർ കെയർ സെന്ററിന്റെയും ഉദ്ഘാടന വേളയിലായിരുന്നു മുതിർന്ന RSS നേതാവിന്റെ നിരീക്ഷണങ്ങൾ. ആരോഗ്യവും വിദ്യാഭ്യാസവും ലോകമെമ്പാടുമുള്ള സമൂഹത്തിന് ഇന്ന് വളരെയേറെ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. ഇത് വിദ്യാഭ്യാസത്തിന്റെ യുഗമാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരമില്ലെങ്കിലും ബുദ്ധിയും ശക്തിയും നേടാൻ കഴിയില്ല. ഒരാൾ തന്റെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അയാളുടെ വീട് വിൽക്കേണ്ടി വരുന്നു. രോഗം വന്നാൽ മികച്ച ചികിത്സ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് വീടും പറമ്പും വിൽക്കേണ്ടി വരുന്നു. ഇത് നല്ല കാര്യമല്ല. ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ സാധാരണക്കാർക്ക് കയ്യെത്താ ദൂരത്താണ് എന്നത് വിരോധാഭാസമാണെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ഇന്ത്യയിൽ ആശുപത്രികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കുറയുന്നില്ല, കൂടുകയാണ് ചെയ്യുന്നത്. പുതിയ ആശുപത്രികളും സ്കൂളുകളും വേഗത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ ഇവയുടെ വാണിജ്യവൽക്കരണം സാധാരണക്കാരെ ഇതിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസം $1 ട്രില്യൺ ബിസിനസ് ആണ് എന്ന് പണ്ടൊരു മന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബിസിനസ് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല. പണമുള്ളവർ ബിസിനസ് ചെയ്യുന്നു. നേരത്തെ വിദ്യാഭ്യാസം എന്നത് അധ്യാപകരുടെ കടമയും ഉത്തരവാദിത്തവുമായിരുന്നു. അവർ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ ചികിത്സയ്ക്കായി അവരെ വിളിക്കാതെ തന്നെ രോഗികളുടെ വീട്ടിലെത്തുമായിരുന്നു. അത് അവരുടെ സ്വന്തം കടമയായി കണ്ടു. എന്നാൽ ഇപ്പോൾ രണ്ടും ഒരു പ്രൊഫഷൻ മാത്രമായി മാറിക്കഴിഞ്ഞു.